ഹലോ ആൾ പി കെ ലേണിങ്സിൻ്റെ മറ്റൊരു SCRT ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ ഹരി, ഇന്ത്യൻ ജോഗ്രഫിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉത്തരപർവ്വത മേഖല സ്റ്റാർട്ട് ചെയ്തായിരുന്നല്ലേ. നമ്മുടെ ഇന്ത്യൻ ഭൂപ്രകൃതി വിഭാഗങ്ങളിലെ ആദ്യത്തെ ഡിവിഷനായ നോർത്തേൺ മൗണ്ടൻസ് അഥവാ ഉത്തരപർവ്വത മേഖല നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പാർട്ട് 1 നമ്മൾ ഉത്തരപർവ്വത മേഖലയെ പറ്റിയാണ് പറഞ്ഞത്. ഉത്തരപർവ്വത മേഖലയിലെ പ്രധാനപ്പെട്ടൊരു ഡിവിഷനായ ഹിമാലയത്തിൻ്റെ പ്രാദേശിക വേർതിരിവുകളെ പറ്റി, റീജിയണൽ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഹിമാലയാസ്, അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ടോപ്പിക്സിലേക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഉത്തരപർവ്വത മേഖല, അതായത് നോർത്തേൺ മൗണ്ടൻസിൻ്റെ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ എന്താണ് പഠിച്ചത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഉത്തരപർവ്വത മേഖലയെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അപ്പോൾ ഉത്തരപർവ്വത മേഖലയെ നമ്മൾ പ്രധാനമായിട്ടും 3 ഡിവിഷൻസ് ആയിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. പ്രധാനമായിട്ടും 3 ഡിവിഷൻസ്, അതിൽ 3 തിരിച്ചിരിക്കുന്നു. 1 ട്രാൻസ് ഹിമാലയ, 2 ഹിമാലയം, 3 കിഴക്കൻ കുന്നുകൾ. അപ്പോൾ നോർത്തേൺ മൗണ്ടൻസ് അഥവാ ഉത്തരപർവ്വത മേഖലയെ നമ്മൾ ട്രാൻസ് ഹിമാലയ, ഹിമാലയ, കിഴക്കൻ കുന്നുകൾ എന്നീ പ്രധാനപ്പെട്ട 3 ഭൂവിഭാഗങ്ങളായിട്ട് വീണ്ടും തരംതിരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ട്രാൻസ് ഹിമാലയത്തെ വീണ്ടും അതായത് കാരക്കോറം, ലഡാക്ക്, സസ്കർ മലനിരകൾ ചേർന്നതാണ് ട്രാൻസ് ഹിമാലയ എന്ന് നമ്മൾ പഠിച്ചായിരുന്നല്ലേ. ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ. കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ 3 മലനിരകൾ ചേർന്ന് ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമാണ് ട്രാൻസ് ഹിമാലയ എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അടുത്തത് നമ്മൾ ഹിമാലയത്തിൻ്റെ പ്രധാനപ്പെട്ട 3 ഡിവിഷൻസിനെ പറ്റിയാണ് പഠിച്ചത്. ഹിമാലയത്തിൻ്റെ പ്രധാനപ്പെട്ട 3 ഡിവിഷൻസ്, അതായത് ഹിമാദ്രി, ഗ്രേറ്റർ ഹിമാലയ അല്ലെങ്കിൽ ഇന്നർ ഹിമാലയ എന്നറിയപ്പെടുന്നത് ഹിമാദ്രി, ഹിമാചൽ, ലെസർ ഹിമാലയ എന്നറിയപ്പെടുന്നത് ഹിമാചൽ, 3 ഏറ്റവും തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സിവാലിക്, അതായത് ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്ന സിവാലിക് എന്നിങ്ങനെ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നീ 3 കണ്ടിന്യൂസ് ആയിട്ടുള്ള സമാന്തരങ്ങളായിട്ടുള്ള മലനിരകൾ ചേർന്നാണ് ഹിമാലയ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അപ്പോൾ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് അതായത് ഹിമാലയ പർവ്വതനിരയെ ഒന്ന് എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ജസ്റ്റ് ഒരു പടം ഇങ്ങനെ വരയ്ക്കാം. ഇതാണ് ഹിമാലയ പർവ്വതനിര. ഇത് നമ്മുടെ ഏറ്റവും വടക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഏറ്റവും ഉയരം കൂടിയ പ്രദേശമായ ഹിമാദ്രി. ഹിമാദ്രിക്ക് തൊട്ട് തെക്കായിട്ട്, അതായത് ഹിമാലയ പർവ്വതത്തിൻ്റെ ഏറ്റവും വടക്ക് ഭാഗം, മുകൾ ഭാഗം നമ്മൾ ഹിമാദ്രി എന്ന് പറഞ്ഞിരുന്നു. ഹിമാദ്രിക്ക് തൊട്ട് താഴെ, തൊട്ട് തെക്കായിട്ട് നമുക്ക് ഹിമാചൽ മലനിരകൾ കാണാം. ഹിമാദ്രിയുടെ അത്ര ഉയരമില്ലാത്ത, അതായത് സിവാലിക്കിനേക്കാളും ഉയരമുള്ള മലനിരയാണ് ഹിമാചൽ എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. രണ്ടാമതായിട്ട് തെക്കായിട്ട് ഹിമാചൽ മലനിരകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏറ്റവും തെക്ക് ഭാഗത്തായിട്ട് ഉയരം കുറഞ്ഞ സിവാലിക് മലനിരയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സോ ഈ 3 സമാന്തരങ്ങളായ പർവ്വതനിരകൾ ചേർന്നതാണ് ഹിമാലയം എന്ന് നമ്മൾ പറഞ്ഞത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ട് 1 ഉത്തരപർവ്വത മേഖലയിൽ നമ്മൾ പഠിച്ചത്. സോ നമ്മൾ ഇന്നത്തെ ഇനിയുള്ള ബാക്കി ടോപ്പിക്സിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. ഹിമാലയത്തെ നമ്മൾ ആദ്യം 3 മലനിരകളായിട്ട് തിരിച്ചായിരുന്നു. അതായത് സമാന്തരങ്ങളായിട്ടുള്ള 3 മലനിരകളായ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിവ ചേർന്നതാണ് ഹിമാലയം എന്ന് നമ്മൾ പറഞ്ഞു. അതുകൂടാണ്ട് തന്നെ ഹിമാലയത്തെ നമുക്ക് പ്രാദേശിക ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഹിമാലയത്തെ നമുക്ക് പ്രാദേശികമായിട്ട് വേർതിരിക്കാവുന്നതാണ്. അതായത് ഹിമാലയൻ നദികളുടെ അടിസ്ഥാനത്തിൽ, ഹിമാലയത്തിലൂടെ ഒഴുകുന്ന പർവ്വതനിരയെ മുറിച്ചുകൊണ്ട് ഒഴുകുന്ന നദികളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഹിമാലയത്തെ പ്രാദേശികമായി വേർതിരിക്കാമെന്ന് നമ്മൾ പറഞ്ഞതാണ്. സോ ആ ഹിമാലയത്തിൻ്റെ പ്രാദേശിക വേർതിരിവുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ, അവിടം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിൽ 1 പടിഞ്ഞാറൻ ഹിമാലയം, 2 മധ്യ ഹിമാലയം, 3 കിഴക്കൻ ഹിമാലയം. ഓക്കെ, നമ്മൾ പറഞ്ഞു ഹിമാലയത്തിലൂടെ ഒഴുകുന്ന, ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലൂടെ ഒഴുകുന്ന നദികളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പ്രാദേശിക വേർതിരിവുകൾ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. പടിഞ്ഞാറൻ ഹിമാലയം, സിന്ധു, കാളി നദികൾക്കിടയിലുള്ള ഹിമാലയ പ്രദേശത്തെയാണ് നമ്മൾ പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുന്നത്.
ഏതൊക്കെയാണ്? സിന്ധു, കാളി എന്നീ നദികൾക്കിടയിലുള്ള ഹിമാലയ പ്രദേശത്തെ നമ്മൾ പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുന്നു. അതേപോലെ തന്നെ കാളി, തീസ്ത നദികൾക്കിടയിലുള്ള ഹിമാലയ പ്രദേശത്തെ നമ്മൾ മധ്യ ഹിമാലയം എന്ന് പറയുന്നു. കാളി, തീസ്ത നദികൾക്കിടയിലുള്ള ഹിമാലയ പ്രദേശത്തെ നമ്മൾ മധ്യ ഹിമാലയം എന്നും ഏറ്റവും കിഴക്ക് ഭാഗത്തുള്ള അതായത് തീസ്ത, ബ്രഹ്മപുത്ര നദികൾക്കിടയിലുള്ള ഹിമാലയ പ്രദേശത്തെ നമ്മൾ കിഴക്കൻ ഹിമാലയം എന്നും പറയുന്നു. ഓക്കെ, പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം എന്നീ പ്രാദേശികമായിട്ടുള്ള വേർതിരിവുകളാണ് ഹിമാലയത്തിന് ഉള്ളതെന്ന് മനസ്സിലാക്കുക. ആ പടിഞ്ഞാറൻ ഹിമാലയം സിന്ധു, കാളി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. മധ്യ ഹിമാലയം കാളി, തീസ്ത നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. കിഴക്കൻ ഹിമാലയം തീസ്ത, ബ്രഹ്മപുത്ര നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് നമുക്ക് ഈ ചിത്രത്തിലും മാപ്പിലും കാണാൻ വേണ്ടി സാധിക്കുന്നത്. സിന്ധു നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഹിമാലയ റീജിയൻ, ഈ ഒരു പച്ച നിറത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഹിമാലയ റീജിയനെ നമ്മൾ പടിഞ്ഞാറൻ ഹിമാലയം എന്നും, കാളി നദിക്കും തീസ്ത നദിക്കും ഇടയിൽ, കാളിക്കും തീസ്തയ്ക്കും ഇടയിൽ ഈ ഒരു മഞ്ഞ നിറത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്ന റീജിയനെ, ഹിമാലയ പ്രദേശത്തെ നമ്മൾ മധ്യ ഹിമാലയം എന്നും, ഈ കാളി നദിക്കും തീസ്ത നദിക്കും ബ്രഹ്മപുത്ര നദിക്ക് ഇടയിൽ മാർക്ക് ചെയ്യപ്പെട്ട ഗ്രേ ഷെയ്ഡിലുള്ള ഹിമാലയ പ്രദേശത്തെ നമ്മൾ കിഴക്കൻ ഹിമാലയം എന്നും പറയുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു ചിത്രത്തിൻ്റെ സഹായത്തോടെ നമുക്കതൊന്നുകൂടെ ക്ലിയർ ആയിട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ സിന്ധു നദി. ഈ സിന്ധുവിനും കാളിക്കും ഇടയിലുള്ളതാണ് പടിഞ്ഞാറൻ ഹിമാലയം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മുടെ ഉത്തരാഖണ്ഡിൻ്റെ അതിർത്തിയിലൂടെ ഒഴുകുന്ന നദിയാണ് നമ്മുടെ കാളി എന്ന് പറയുന്നത്. ഈ സിന്ധുവിനും കാളിക്കും ഇടയിലുള്ള ഹിമാലയ പ്രദേശം പടിഞ്ഞാറൻ ഹിമാലയം. അതേപോലെ തന്നെ സിക്കിമിലൂടെ ഒഴുകുന്ന നദിയാണ് നമ്മുടെ തീസ്ത. അതേപോലെ തന്നെ ബ്രഹ്മപുത്ര നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും കിഴക്ക് ഭാഗത്തുകൂടി ഒഴുകുന്ന നദി. അപ്പോൾ ഈ സിന്ധുവിനും കാളിക്കും ഇടയിലുള്ള ഹിമാലയ പ്രദേശം പടിഞ്ഞാറൻ ഹിമാലയം, കാളിക്കും തീസ്തയ്ക്കും ഇടയിലുള്ള പ്രദേശം മധ്യ ഹിമാലയം, തീസ്തയ്ക്കും ബ്രഹ്മപുത്രയ്ക്കും ഇടയിലുള്ള ഹിമാലയ പ്രദേശം കിഴക്കൻ ഹിമാലയം എന്നിങ്ങനെ 3 പ്രാദേശിക വേർതിരിവുകളാണ് നമ്മുടെ ഹിമാലയത്തിനുള്ളത്. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഈ പറയുന്ന പ്രാദേശിക വിഭാഗങ്ങൾ ഓരോന്നിനെ പറ്റിയും പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യത്തേത് പടിഞ്ഞാറൻ ഹിമാലയം. അപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ വടക്ക് സിന്ധു നദി താഴ്വര മുതൽ, നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം പോയിന്റാണ്, സിന്ധു നദി താഴ്വര മുതൽ കാളി നദി വരെ, അതായത് ഘാഗ്ര നദിയുടെ പോഷക നദിയാണ് നമ്മുടെ കാളി എന്ന് പറയുന്നത്. ഉത്തരാഖണ്ഡിലൂടെ ഒഴുകുന്ന കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശത്തെ നമ്മൾ പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുന്നു. ഈ പടിഞ്ഞാറൻ ഹിമാലയത്തെ നമ്മൾ വീണ്ടും 3 തിരിക്കും. 1 കാശ്മീർ ഹിമാലയം, 2 ഹിമാചൽ ഹിമാലയം, 3 ഉത്തരാഖണ്ഡ് ഹിമാലയം. അതായത് ഏകദേശം കാശ്മീർ മുതൽ ഉത്തരാഖണ്ഡ് വരെയുള്ള സംസ്ഥാനങ്ങളാണ് ഈ പറയുന്ന പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുന്ന ഒരു ഭൂഭാഗം വ്യാപിച്ച് കിടക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ ആ 3 സംസ്ഥാനങ്ങളായിട്ട് സ്ഥിതി ചെയ്യുന്ന ഹിമാലയ പ്രദേശത്തെ നമ്മൾ 3 വീണ്ടും തിരിക്കുന്നു. അത് മാത്രമേ ഉള്ളൂ. പ്രധാനമായിട്ടും കാശ്മീർ ആ ഒരു മേഖലയിൽ കാണപ്പെടുന്ന ഈ പറയുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ ഭാഗത്തെയാണ് നമ്മൾ കാശ്മീർ ഹിമാലയ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്ത് കാണപ്പെടുന്ന ഹിമാലയത്തിൻ്റെ റീജിയൻസിനെ നമ്മൾ ഹിമാചൽ ഹിമാലയം എന്നും, അതേപോലെ തന്നെ ഉത്തരാഖണ്ഡിൽ കാണപ്പെടുന്ന ഹിമാചലിൻ്റെ പ്രദേശങ്ങളെ ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നും നമ്മൾ പറയുന്നു. അപ്പോൾ ഒന്നുകൂടെ പറയാം, പടിഞ്ഞാറൻ ഹിമാലയത്തെ, അതായത് ഹിമാലയത്തിൻ്റെ പ്രധാനപ്പെട്ട ആദ്യത്തെ പ്രാദേശിക വേർതിരിവായ പടിഞ്ഞാറൻ ഹിമാലയത്തെ നമ്മൾ വീണ്ടും കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നീ 3 വീണ്ടും വേർതിരിക്കുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ കാശ്മീർ ഹിമാലയത്തെ പറ്റിയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിക്കുക, കാശ്മീർ ഹിമാലയം ജമ്മു കാശ്മീർ ലഡാക്ക് പ്രദേശത്തെ ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ച് കിടക്കുന്ന പ്രദേശമാണ് കാശ്മീർ ഹിമാലയം. ജമ്മു കാശ്മീർ ലഡാക്ക് പ്രദേശത്ത് ഏകദേശം 3.5 ലാക്ക് ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ച് കിടക്കുന്ന റീജിയനാണ് നമ്മുടെ കാശ്മീർ ഹിമാലയം. അതായത് പ്രധാനമായിട്ടും ജമ്മു കാശ്മീർ ആ ഒരു റീജിയനിൽ കാണപ്പെടുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ ഭാഗം, അതാണ് നമ്മുടെ കാശ്മീർ ഹിമാലയ എന്ന് മനസ്സിലാക്കുക. 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഇതിൻ്റെ ഏകദേശ വിസ്തൃതി എന്നും നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ 700 കിലോമീറ്റർ നീളം, ഏകദേശം നീളം 700 കിലോമീറ്ററാണ്. നമുക്കറിയാം, പണ്ട് നമുക്ക് ഇത്രയും സ്പെസിഫൈ ആയിട്ടുള്ള ഫിഗേഴ്സ് പഠിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇത്തവണ മാറിയ പാഠപുസ്തകങ്ങളിലെല്ലാം സ്പെസിഫിക് ആയിട്ടുള്ള ഫിഗേഴ്സ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. സോ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. സോ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. ഏകദേശം 700 കിലോമീറ്റർ നീളമാണ് കാശ്മീർ ഹിമാലയത്തിനുള്ളത്. ഏകദേശം 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയും. 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമാണ് കാശ്മീർ ഹിമാലയത്തിനുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്കറിയാവുന്ന മഞ്ഞു മൂടിയ
അതേപോലെ തന്നെ നമുക്കറിയാവുന്ന മഞ്ഞുമൂടിയ കൊടുമുടികളും താഴ്വരകളും മലനിരകളും നിറഞ്ഞ മേഖലയാണ് ഉത്തരപർവ്വത മേഖല. എല്ലാം അങ്ങനെയാണ് നമുക്ക് അറിയാം അല്ലേ. അതേപോലെ പ്രധാന പർവ്വത നിരകൾ, കാശ്മീർ ഹിമാലയത്തിൽ കാണപ്പെടുന്ന പ്രധാന പർവ്വത നിരകളാണ് കാശ്മീർ ഹിമാലയത്തിൽ കാണപ്പെടുന്ന പ്രധാന പർവ്വത നിരകളാണ് കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർ പഞ്ചാൽ. നമ്മൾ ട്രാൻസ് ഹിമാലയം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ 3 ഡിവിഷൻസ് ചേർന്നതാണ്. കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ 3 മലനിരകൾ ചേർന്നതാണ് ട്രാൻസ് ഹിമാലയം എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ആ പറയുന്ന കാരക്കോറം, ലഡാക്ക്, സസ്കർ മലനിരകൾ കാശ്മീർ ഹിമാലയത്തിൽ കാണപ്പെടുന്ന പ്രധാന മലനിരകളാണ് എന്ന് മനസ്സിലാക്കുക. സോ ട്രാൻസ് ഹിമാലയം എവിടെയാണെന്ന് ചോദിച്ചാൽ, ഏത് പ്രാദേശിക വിഭാഗത്തിലാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ കാശ്മീർ ഹിമാലയം എന്ന് പറയാം. അപ്പോൾ കാരക്കോറം, ലഡാക്ക്, സസ്കർ ഈ 3 മലനിരകളും കാശ്മീർ ഹിമാലയത്തിൻ്റെ ഭാഗങ്ങളാണ്. അതുകൂടാതെ തന്നെ പീർ പഞ്ചാൽ എന്ന് പറയുന്നൊരു പർവ്വതനിരയും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അതായത് നമ്മൾ ലെസർ ഹിമാലയത്തിനെ നമ്മൾ ഹിമാലയം ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്ക് പഠിച്ചപ്പോൾ പറഞ്ഞു ഹിമാചൽ. അതായത് ലെസർ ഹിമാലയത്തിനെ നമ്മൾ കാശ്മീർ റീജിയൻസിൽ വിളിക്കുന്ന പേരാണ് പീർ പഞ്ചാൽ. ആ പീർ പഞ്ചാൽ മലനിരയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വതനിരകളാണ് കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർ പഞ്ചാൽ എന്നിവ. നെക്സ്റ്റ്, ലോകത്തിലെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടി, അതായത് മൗണ്ട് കേട്ടു, ഗോർഡൻ ഓസ്റ്റിൻ എന്നാണ് പറയുന്നത്. 8611 മീറ്ററാണ് ലോകത്തിലെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടി. ആദ്യത്തേത് നമ്മുടെ മൗണ്ട് എവറസ്റ്റ് ആണ്, നമുക്ക് അറിയാവുന്നതാണ്. സോ ലോകത്തിലെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടിയായ മൗണ്ട് കേട്ടു കാരക്കോറം നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം ട്രാൻസ് ഹിമാലയത്തിലെ കാരക്കോറം നിരയിലാണ് നമ്മുടെ മൗണ്ട് കേട്ടു സ്ഥിതി ചെയ്യുന്നത്. സോ മൗണ്ട് കേട്ടുവിലെ K4 കാരക്കോറം എന്ന് ഉറപ്പിച്ച് തറവാക്കി പഠിച്ചു വയ്ക്കുക. ഒരിക്കലും ഹിമാദ്രി റീജിയനിലല്ല. നമ്മൾ പഠിച്ചു മോസ്റ്റ് ഓഫ് ദ ഹയസ്റ്റ് പീക്സ് എല്ലാം നമ്മൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രി റീജിയനിലാണ് നമ്മൾ പഠിച്ചു. പക്ഷേ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ കൊടുമുടിയായ മൗണ്ട് കേട്ടു, അതായത് ഗോർഡൻ ഓസ്റ്റിൻ, ഒരിക്കലും ഹിമാദ്രി മേഖലയിലല്ല, നമ്മുടെ ട്രാൻസ് ഹിമാലയത്തിലും അതായത് കാശ്മീർ ഹിമാലയത്തിലാണ്, കാരക്കോറം നിരയിലാണ്, ട്രാൻസ് ഹിമാലയത്തിലെ കാരക്കോറം നിരയിലാണ് മൗണ്ട് കേട്ടു സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏത് പ്രാദേശിക വിഭാഗം എന്ന് നമ്മൾ ചോദിച്ചാൽ കാരക്കോറം നിര കാശ്മീർ ഹിമാലയത്തിൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, സെറ്റല്ലേ. അടുത്തത് പ്രധാന ഹിമാനികളാണ്. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള സിയാച്ചിൻ, ബോൾട്ടാരോ ഹിമാനികൾ അല്ലെങ്കിൽ ബോൾട്ടാരോ അങ്ങനെയും പ്രൊനൗൺസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബോൾട്ടാരോ, സിയാച്ചിൻ എന്നീ പ്രധാനപ്പെട്ട ഹിമാനികളാണ് കാശ്മീർ ഹിമാലയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. സിന്ധു നദിയിലും അതിൻ്റെ പോഷക നദികളായ രവി, ഝലം, ചിനാവ് തുടങ്ങിയവയിലും വർഷം മുഴുവൻ സമൃദ്ധമായ നീരൊഴുക്ക് സാധ്യമാക്കുന്നത് ഈ ഹിമാനികളാണ്. അതായത് സിയാച്ചിൻ, ബോൾട്ടാരോ തുടങ്ങിയ ഹിമാനികളാണ് സിന്ധുവിൻ്റെയും പോഷക നദികളുടെയും വർഷം മുഴുവനുള്ള നീരൊഴുക്കിന് കാരണക്കാരായി വർത്തിക്കുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഈ സ്ലൈഡിൽ പ്രധാനമായിട്ടും പറയേണ്ടത് ഒരു ചുരത്തിനെ പറ്റിയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ബനിഹാൽ ചുരത്തിനെ പറ്റിയാണ് നമുക്ക് സംസാരിക്കാൻ വേണ്ടിയുള്ളത്. ബനിഹാൽ ചുരം കാശ്മീർ ഹിമാലയത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ബനിഹാൽ ചുരം സ്ഥിതി ചെയ്യുന്നത് കാശ്മീർ ഹിമാലയത്തിലാണ്. സോ പർവ്വതങ്ങളുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്നത് പർവ്വതങ്ങളിലെ ചുരങ്ങളാണ്. പ്രത്യേകിച്ച് അതിനൊരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല എന്നറിയാം. അപ്പോൾ പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക ഇടങ്ങളാണ് ചുരങ്ങൾ. നമ്മുടെ കേരളത്തിലും ഉണ്ടല്ലോ ആര്യങ്കാവ് ചുരം, താമരശ്ശേരി ചുരം എന്ന് നമുക്കറിയാം. നമ്മുടെ കോഴിക്കോട് നിന്നും ഈ ചുരം താമരശ്ശേരി ചുരം കയറിയാണ് നമ്മൾ വയനാട്ടിലെത്തുന്നത്. അപ്പോൾ ചുരത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. പർവ്വതനിരകളെ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക ഇടങ്ങളാണ് ചുരങ്ങൾ എന്ന് പറയുന്നത്. പീർ പഞ്ചാൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള ബനിഹാൽ ചുരമാണ് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നത്. ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നത് ബനിഹാൽ ചുരമാണ് എന്ന് അറിഞ്ഞിരിക്കുക, എന്ന് പഠിക്കുക. ബനിഹാൽ ചുരമാണ് കാശ്മീർ ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നു. അടുത്തതായിട്ട് ദാൽ തടാകത്തിനെ പറ്റിയാണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. കാശ്മീർ ഹിമാലയത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ദാൽ തടാകം. ദാൽ കൂടാതെ തന്നെ വൂളാർ തടാകവും കാശ്മീർ ഹിമാലയത്തിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ടെക്സ്റ്റിൽ അത് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ദാല്, വൂളാർ തുടങ്ങിയ പ്രധാനപ്പെട്ട ശുദ്ധജല തടാകങ്ങൾ നമുക്ക് കാശ്മീരിൽ കാണാൻ വേണ്ടി സാധിക്കും. ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ദാൽ തടാകത്തിൻ്റെ തീരത്താണ്. ഓക്കെ,
അതുപോലെ തന്നെ ദാലിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ശിഖാര തോണികൾ. പ്രത്യേകം നമ്മുടെ ടെക്സ്റ്റിൽ പടം സഹിതം നമുക്ക് പറഞ്ഞിട്ടുണ്ട്. സോ ശിഖാര തോണികൾ കാശ്മീർ ടൂറിസത്തിൻ്റെ ഒരു മുഖമുദ്രയാണ്. നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഡാലിൽ പോയവർക്ക് അറിയാൻ വേണ്ടി സാധിക്കും. നമ്മുടെ കുറച്ച് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സുകളൊക്കെ നമ്മുടെ ഡാൽ തടാകത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. വേറൊന്നുമില്ല, നമ്മൾ ഡാലിലൂടെ ശിഖാര തോണിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ വസ്തുക്കളെല്ലാം തോണിയിലൂടെ വന്ന് ആൾക്കാർ നമുക്ക് സെല്ല് ചെയ്തിട്ട് പോകുന്നതായിട്ട് കാണാം. അതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, ശിഖാര തോണി, ദാല്, വൂളാർ തടാകങ്ങൾ ഇതെല്ലാം കാശ്മീർ ഹിമാലയവുമായിട്ട് ബന്ധപ്പെട്ടവയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ദാൽ തടാകത്തെപ്പറ്റി പറയുമ്പോൾ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിന് പുറമെ ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസും നമുക്ക് ഈ ദാൽ തടാകത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. അത് കൂടാണ്ട് തന്നെ ലോകത്തിൽ ആദ്യമായിട്ട് ഫ്രീ വൈഫൈ കണക്ടിവിറ്റി കിട്ടിയ തടാകമാണ് ദാൽ തടാകം. ഒരു എക്സ്ട്രാ പോയിൻ്റാണ്. ലോകത്തിൽ ആദ്യമായിട്ട് ഫ്രീ വൈഫൈ കണക്ടിവിറ്റി സ്ഥാപിച്ച തടാകം ദാലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ദാൽ തടാകത്തിലെ ഒരു ശിഖാര തോണിയെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. തൊട്ടിപ്പുറത്ത് നമ്മുടെ സിയാച്ചിൻ ഹിമാലയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്നാണ് സിയാച്ചിൻ ഹിമാനിയെ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിമാനിയാണ്. നമ്മൾ നേരത്തെ പഠിച്ചു. ഈ കാണപ്പെടുന്ന മലനിരകൾ ഏതെന്ന് ചോദിച്ചാൽ കാരക്കോറം നിരയാണ് കേട്ടോ. നമ്മുടെ സിയാച്ചിൻ ഹിമാനിയും ബോൾട്ടാരോ ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ട്രാൻസ് ഹിമാലയത്തിലെ കാശ്മീർ ഹിമാലയത്തിലെ ഈ പറയുന്ന കാരക്കോറം നിരയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സിയാച്ചിനെ പറ്റി പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധഭൂമിയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയാണ്. അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർമി പോസ്റ്റ്, ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹെലിപ്പാഡ്, ഇതെല്ലാം നമ്മുടെ സിയാച്ചിൻ ഹിമാനിയിലാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഈ സ്ലൈഡിൽ നമുക്ക് പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു പുൽമേടുകളെ പറ്റിയാണ്. നോക്കാം. പർവ്വതച്ചെരിവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് മർഗുകൾ എന്ന് പറയുന്നത്. ശൈത്യകാലങ്ങളിൽ മഞ്ഞു മൂടപ്പെടുന്ന മർഗുകൾ സ്കീയിങ് പോലുള്ള മഞ്ഞുകാല വിനോദങ്ങൾക്കായി ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നു. വേറൊന്നുമില്ല, നമ്മുടെ ഈ പറയുന്ന കാശ്മീർ ഹിമാലയത്തിൽ കാണപ്പെടുന്ന പുൽമേടുകളെ നമ്മൾ മർഗുകൾ എന്നാണ് പറയുന്നത്. നമുക്കപ്പുറത്ത് ഹിമാലയത്തിലോട്ട് പോകുമ്പോഴും ഈ പറയുന്ന ഇതേ പുൽമേടുകൾ കാണാൻ പറ്റും. അതിനെ നമ്മൾ ബുഗ്യാലുകൾ എന്നും പറയും. സോ ഇപ്പോൾ നമുക്ക് കാശ്മീർ ഹിമാലയത്തിലെ പുൽമേടുകളെ മർഗുകൾ എന്നാണ് പറയുന്നത്. സോൺമർഗ്, ഗുൽമർഗ് നമുക്കറിയാം പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് കാശ്മീരിലെ സോൺമർഗ്, ഗുൽമർഗ് എന്നിവ. ഇത് ഇവിടുത്തെ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ്. മഞ്ഞുകാലമാകുമ്പോൾ ഇത് നേരെ മഞ്ഞിനടിയിലാവുകയും ചെയ്യുന്നു. ആ സമയത്താണ് സ്കീയിങ് പോലുള്ള വിനോദസഞ്ചാര ടൂറിസം ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്കിവിടെ കാണാം മർഗിനെ പറ്റിയാണ്, ഗുൽമർഗിനെ പറ്റിയാണ്. ഗുൽമർഗിൻ്റെ ഒരു ഫോട്ടോയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. മഞ്ഞുകാലമാകുമ്പോൾ മഞ്ഞിലടിയിലാവും എന്ന് നമ്മൾ പറഞ്ഞു. വേനൽക്കാലമാകുമ്പോൾ തിരിച്ച് പച്ച പുതച്ച് നിൽക്കുന്ന പുൽമേടുകളെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡിവിഷനായ ഹിമാചലിലേക്ക് പോവുകയാണ്. അതായത് ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്ത് കാണപ്പെടുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ ഭാഗങ്ങളാണ് ഹിമാലയം എന്ന് നമ്മൾ പറയുന്നത്. അതാണ് ആദ്യം പറയുന്ന പോയിന്റ്. ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഹിമാലയ ഭാഗമാണ് ഹിമാലയം. ഈ പ്രദേശത്തെ അല്ലെങ്കിൽ ഈ ഒരു ഹിമാലയ പ്രദേശത്തെ പ്രധാന നദികളാണ് ചിനാബ്, സിന്ധുവിൻ്റെ പോഷക നദികളായ ചിനാബ്, രവി, ബിയാസ് എന്നിവ. പ്രധാന പർവ്വത നിരകൾ ധൗളധാറും പീർപഞ്ചാലും. പീർപഞ്ചാൽ നിരകൾ നമുക്ക് അതിൻ്റെ കുറച്ച് എക്സ്റ്റൻഷൻ ഹിമാചൽ പ്രദേശിലും കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ ചന്ദ്രതാൽ, സൂരജ് താൽ എന്നിവയാണ് പ്രധാനപ്പെട്ട ശുദ്ധജല തടാകങ്ങൾ. അപ്പോൾ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ശുദ്ധജല തടാകങ്ങളാണ് ചന്ദ്രതാലും സൂരജ് താലും. പ്രധാന പർവ്വതനിരകളാണ് ധൗളധാറും പീർപഞ്ചലും. പ്രധാന നദികളാണ് ചിനാബ്, രവി, ബിയാസ് എന്നിവ. നെക്സ്റ്റ് നമ്മൾ കാശ്മീർ ഹിമാലയത്തിലെ ബനിഹൽ ചുരം പറഞ്ഞ പോലെ തന്നെ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട 2 ചുരങ്ങളെ പറ്റിയാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അതിലൊന്നാണ് ബാർലാച്ല ചുരം. അപ്പോൾ ബാർലാച്ല ചുരം ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നു. റോഹ്താങ് ചുരം കുളു താഴ്വരയെ ലാഹുൽ സ്പിതി താഴ്വരയുമായും ബന്ധിപ്പിക്കുന്നു. താഴ്വരയുമായിട്ടും ബന്ധിപ്പിക്കുന്നു. കാശ്മീർ ഹിമാലയത്തിൽ നമ്മൾ പറഞ്ഞു ബനിഹാൽ ചുരം. അതേപോലെ ഹിമാചൽ ഹിമാലയത്തിൽ നമ്മൾ പറയുന്നു ബാർലാച്ല ചുരവും റോഹ്താങ് ചുരവും. ബാർലാച്ല ചുരം ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നു. റോഹ്താങ് ചുരം
നമ്മുടെ കുളു താഴ്വരയെ ലാഹുൽ സ്പിതി താഴ്വരയുമായിട്ടും ബന്ധിപ്പിക്കുന്നു. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ ഹിമാലയത്തിലെ പ്രധാന നദികൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ചെനാബ്, രവി, ബിയാസ് എന്നീ പ്രധാനപ്പെട്ട നദികളാണ് ഈ പ്രദേശത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ചിനാബ് നദിയുടെ ചിത്രങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. വേറൊരു സൈറ്റിലും കിട്ടത്തില്ല. ഇത് ഞാൻ തന്നെ എൻ്റെ ഫോണിൽ അവിടെ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയായിരുന്നു. അപ്പോൾ പോയപ്പം ക്ലിക്ക് ചെയ്തതാണ്. ചിനാബ് നദിയാണ് നമ്മുടെ റോഹ്താങ് അടൽ ടണൽ കയറി വരുമ്പം, അടൽ ടണൽ നമ്മൾ കുളു താഴ്വരയിൽ നിന്ന് കയറി അടൽ ടണൽ പാസ് ചെയ്ത് നെക്സ്റ്റ് ചെന്നിറങ്ങുന്നത് ഈ ചിനാബ് നദിയുടെ തീരത്താണ്. അവിടെ വെച്ച് പകർത്തിയ ഫോട്ടോയാണിത്. അപ്പോൾ ചിനാബ് ഹിമാലയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ ബിയാസിൻ്റെ ചിത്രമാണ്. ഇത് നമ്മുടെ കുളു താഴ്വരയാണ്. കുളു താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ്, സിന്ധുവിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് ബിയാസ്. അപ്പോൾ ആ ബിയാസിൻ്റെ ചിത്രങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അതേപോലെ തന്നെ നമ്മൾ പർവ്വതനിരകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ധൗളധാർ, പീർപഞ്ചൽ തുടങ്ങിയ പർവ്വതനിരകളാണ് പ്രധാനമായിട്ടും ഹിമാലയത്തിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. ആ ഹിമാലയത്തിലെ പർവ്വതനിരകളുടെ ചിത്രങ്ങളാണ് ഈ കാണുന്നത്. ബിയാസ് നദിയാണ്. കുളു പട്ടണത്തിൽ നിന്ന് പകർത്തിയ ഫോട്ടോയാണ്. ഈ മലനിരകളിലൂടെ ഒഴുകുന്ന നദിയാണ് ബിയാസ് നദി. ഈ കാണപ്പെടുന്ന പർവ്വതനിരകളെല്ലാം ഹിമാലയത്തിൻ്റെ ഭാഗങ്ങളാണ്. ഈ ഒഴുകുന്ന നദി ചെനാബ് നദിയാണ്. നെക്സ്റ്റ് പ്രധാന താഴ്വരകളാണ്. ഹിമാലയത്തിൽ കാണപ്പെടുന്ന പ്രധാന താഴ്വരകളാണ് കുളു, കംഗ്ര, ലാഹുൽ തുടങ്ങി താഴ്വരകൾ. അതേപോലെ ഷിംല, മണാലി തുടങ്ങിയ നമുക്കറിയാം ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷനുകളാണ് ഷിംല, മണാലി തുടങ്ങിയവ. ഷിംല, മണാലി, കുളു ഒക്കെ നമ്മുടെ ഹിമാലയത്തിലെ പ്രധാന സുഖവാസ കേന്ദ്രങ്ങളാണ്. ശൈത്യവും മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടുന്ന ഈ പ്രദേശങ്ങൾ പലയിടങ്ങളായി ചുടുനീരുറവകൾ കാണപ്പെടുന്നുണ്ട്. സോ ഹിമാലയത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു പ്രത്യേകതയാണ് ചുടുനീരുറവകൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. സോ നമുക്ക് എങ്ങനെയാണ് ഇവ രൂപപ്പെടുന്നത് എന്നുള്ളൊരു കട്ടിങ്സ്, ഒരു ബോക്സ് നമ്മുടെ SCRT ചാപ്റ്ററിലുണ്ട്. അത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. മഴവെള്ളം ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭജലത്തിൻ്റെ ഭാഗമാകുന്നു. പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമായ ഇടങ്ങൾ, അതായത് പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലം, അതായത് ഹിമാലയ പ്രദേശം. സജീവമായ ഇടങ്ങളിൽ ഭൗമോപരിതലത്തിനടിയിലെ ശിലാപാളികൾ ചൂടുപിടിക്കുകയും ഈ ശിലകൾ ഭൂഗർഭജലത്തെ ചൂടാക്കുകയും ചെയ്യുന്നു. വേറൊന്നുമില്ല, ഇത് നമ്മുടെ ഒരു ഭൗമോപരിതലമാണ് എന്ന് കരുതുക. ഇതൊരു പോണ്ടാണ്. സോ നമുക്കറിയാം ഭൂമിയുടെ ആന്തരിക ഭാഗത്ത് അസ്തനോസ്ഫിയർ ഉണ്ട്. അവിടെ മാഗ്മ തിളച്ച് പൊങ്ങുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇവിടെ നിന്നുള്ള ചൂട് ഇങ്ങോട്ട് പ്രവഹിക്കുകയും ഭൗമോപരിതലത്തിലുള്ള ഈ ജലാശയങ്ങൾ ഇങ്ങനെ നീരാവിയായിട്ട് ചുടുനീരുറവകളായിട്ട് നമുക്ക് കാണപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് ചുടുനീരുറവകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചൂട് പിടിച്ച് ഭൂഗർഭജലം ഭൗമോപരിതലത്തിൽ ഉറവകളായി എത്തുന്നതാണ് ചുടുനീരുറവകൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ചൂട് പിടിച്ച ഭൂഗർഭജലം ഭൗമോപരിതലത്തിൽ ഉറവകളായി എത്തുന്നതാണ് ചുടുനീരുറവകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നൂബ്ര താഴ്വര, മണികരൺ, ഖീർഗംഗ എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. നൂബ്ര താഴ്വര, മണികരൺ, ഖീർഗംഗ എന്നിവ ചുടുനീരുറവകൾക്ക് ഉദാഹരണമാണ്. അതേപോലെ തന്നെ ചുടുനീരുറവകളിൽ നിന്നുമുള്ള ഭൗമ താപോർജ്ജം, അതായത് ജിയോ തെർമൽ എനർജി ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും സാധിക്കും. ഹിമാചൽ പ്രദേശത്തിലെ മണികരൺ ചുടുനീരുറവയിൽ നിന്നും ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഹിമാചൽ പ്രദേശിലെ മണികരൺ അതൊരു ചുടുനീരുറവയാണ്. ജിയോ തെർമൽ എനർജി ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ കാണുന്നതാണ് മണികരൺ. ഇത് നമ്മുടെ ഹിമാലയത്തിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്സാണ് മണികരൺ എന്നുള്ള ചുടുനീരുറവ. നെക്സ്റ്റ് നമ്മൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഉത്തരാഖണ്ഡ് ഹിമാലയം അവസാനത്തെ പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ അവസാനത്തെ ഡിവിഷനാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. സത്ലജ് മുതൽ കാളി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്ക് ഭാഗം കുമവൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്ക് ഭാഗം കുമവൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതാണ് നമ്മുടെ ഉത്തരാഖണ്ഡ് സംസ്ഥാനം. നമ്മൾ രണ്ടായിട്ട് ഭാഗിക്കുമ്പോൾ ഈ പ്രദേശത്ത് കാണപ്പെടുന്ന ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന ഹിമാലയ പ്രദേശത്തെയാണ് നമ്മൾ ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറയുന്നത്. അതായത് പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ ഭാഗമായ ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഈ ഭാഗമാണ് പടിഞ്ഞാറ് ഭാഗം. ഇത് കിഴക്ക് ഭാഗം. പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും, ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്ക് ഭാഗം കുമവൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. പടിഞ്ഞാറ് ഗഡ്വാൾ, കിഴക്ക് കുമവൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു.
നന്ദാദേവി, കാമറ്റ്, ബദ്രിനാഥ്, കേദാർനാഥ് ഇവയാണ് ഈ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ പ്രധാന കൊടുമുടികൾ. ഇവ കൂടാണ്ട് തന്നെ പ്രധാനപ്പെട്ട ഹിമാനികളായ അതായത് ഗംഗ, യമുന എന്നീ നദികളുടെ ഉദ്ഭവസ്ഥാനമായ ഗംഗോത്രി, യമുനോത്രി, ഈ പറയുന്ന ഗംഗോത്രി, യമുനോത്രി, ഗംഗയും യമുനയും ഉത്ഭവിക്കുന്ന അവയുടെ ഉത്ഭവസ്ഥാനങ്ങളായ ഗംഗോത്രിയും യമുനോത്രിയും, ഈ പറയുന്ന ഗംഗയും യമുനയും ഉത്ഭവിക്കുന്ന ഹിമാനികളായ ഗംഗോത്രിയും യമുനോത്രിയും സ്ഥിതി ചെയ്യുന്നത് ഈ പറയുന്ന ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, നൈനിത്താൽ, ഭീംതാൽ തുടങ്ങിയവയാണ് ഈ പ്രദേശത്തെ പ്രധാന ശുദ്ധജല തടാകങ്ങൾ. നൈനിത്താലും ഭീംതാലുമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ശുദ്ധജല തടാകങ്ങൾ. ഓക്കെ, സെറ്റല്ലേ? നെക്സ്റ്റ് പോയിന്റ്, ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ഡൂണുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഡൂണുകൾ. ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളെയാണ് ഡൂണുകൾ എന്നറിയപ്പെടുന്നത്. നമുക്കറിയാം ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്, ഗ്രേറ്റർ ഹിമാലയ, ലെസർ ഹിമാലയ, ഔട്ടർ ഹിമാലയ. ഈ ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ഡൂണുകൾ. ഈ പ്രദേശത്തായിട്ട് കാണപ്പെടുന്ന ലെസർ ഹിമാലയത്തിനും സിവാലിക്കിനും ഇടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ഡൂണുകൾ എന്നറിയപ്പെടുന്നത്. അതിനുദാഹരണം ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന ഡെറാഡൂൺ തന്നെയാണ്. നമുക്കറിയാം ഫെമിലിയർ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഡെറാഡൂൺ. ഈ പറയുന്ന ഡൂണുകൾക്ക് ഉദാഹരണമാണ് ഡെറാഡൂൺ. അതേപോലെ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളെ ബുഗ്യാൽ എന്ന് പറയുന്നു. നമ്മൾ നേരത്തെ കാശ്മീർ ഹിമാലയത്തിൽ എത്തിയപ്പോൾ മർഗുകളെ പറ്റി പറഞ്ഞ പോലെ കാശ്മീർ ഹിമാലയത്തിൽ കാണപ്പെടുന്ന പുൽമേടുകളെ മർഗുകളെന്നും ആ സമയത്ത് ഹിമാചൽ ഹിമാലയത്തിൽ കാണപ്പെടുന്ന പുൽമേടുകളെയാണ് ബുഗ്യാൽ എന്ന് പറയുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെയല്ല, സോറി ഫോർ ദാറ്റ്. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാലുകൾ എന്ന് പറയുന്നത്. അതായത് മർഗുകൾ കാശ്മീർ ഹിമാലയത്തിലും ബുഗ്യാൽ നമ്മുടെ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലും ആണ് എന്ന് മനസ്സിലാക്കുക. മർഗുകൾ കാശ്മീർ ഹിമാലയത്തിലും ബുഗ്യാലുകൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലും. ഈ ഹിമാലയ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന റീജിയണലായിട്ട് കാണപ്പെടുന്ന പുൽമേടുകളെയാണ് നമ്മൾ ബുഗ്യാൽ എന്ന് പറയപ്പെടുന്നത്. അതേപോലെ ശൈത്യകാലത്ത് മഞ്ഞിനടിയിലാകുന്ന ബുഗ്യാലുകൾ പലയിടങ്ങളിലും വിനോദസഞ്ചാരത്തിനായി പ്രയോജനപ്പെടുത്തുന്നു. വേനൽക്കാലത്ത് ഈ പറയുന്ന പുൽമേടുകൾ പച്ച പുതച്ച് കിടക്കുകയും മഞ്ഞുകാലമാകുമ്പോൾ ഒരുപാട് അതിശൈത്യം അനുഭവപ്പെടുന്ന മേഖലയാണ്. സോ മഞ്ഞുകാലമാകുമ്പോൾ ഇവ മഞ്ഞിനടിയിലാവുകയും ചെയ്യുന്നു. ആ സമയത്ത് വിനോദസഞ്ചാരത്തിനാണ് ഈ പറയുന്ന ബുഗ്യാലുകൾ കൂടുതലായിട്ടും ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഉദാഹരണത്തിന് ദയാര ബുഗ്യാൽ, ഗോർസോൺ ബുഗ്യാൽ, ഗോർസോൺ ബുഗ്യാൽ തുടങ്ങിയവ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, സെറ്റല്ലേ? നെക്സ്റ്റ് SCERT ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ടൊരു ബോക്സാണ്. ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്ന് പറയുന്നത് ട്രാൻസ് ഹ്യൂമൻസ് എന്ന് പറയുന്ന ഒരു ടേമാണ്. നമുക്ക് നോക്കാം. ബുഗ്യാലും ആട്ടിടയന്മാരും. ഹിമാലയത്തിൽ ഏകദേശം 3000 മുതൽ 4500 മീറ്റർ ഉയരത്തിനിടയിൽ കാണപ്പെടുന്ന പുൽമേടുകൾ ഗഡ്വാൾ മേഖലയിൽ ബുഗ്യാൽ എന്നറിയപ്പെടുന്നു. നമുക്കറിയാം കാശ്മീർ ഹിമാലയത്തിൽ നമ്മൾ മർഗുകൾ എന്ന് പറഞ്ഞ പോലെ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളെയാണ് നമ്മൾ ബുഗ്യാൽ എന്ന് പറയുന്നത്. ആ പോയിന്റാണ് ഇവിടെ പറഞ്ഞത്. ശൈത്യകാലങ്ങളിൽ മഞ്ഞു മൂടുന്ന ബുഗ്യാലുകൾ മഞ്ഞുരുകുന്നതോടെ പച്ച പുതച്ച് പുൽമേടുകളായി മാറുന്നു. ഈ അവസരങ്ങളിൽ താഴ്വരകളിൽ നിന്നും ആട്ടിടയന്മാർ വളർത്തുമൃഗങ്ങളുമായി ബുഗ്യാലുകളിലെത്തുന്നു. താഴ്വാരങ്ങളിൽ വരണ്ടുണങ്ങുന്ന വേനൽക്കാലത്ത് സമൃദ്ധമായ പച്ചപ്പുള്ള ബുഗ്യാലുകളിൽ ഇവർ താൽക്കാലിക പാർപ്പിടങ്ങൾ ഒരുക്കി വളർത്തുമൃഗങ്ങളോടൊപ്പം വസിക്കുന്നു. സോ മഞ്ഞുകാലം ആരംഭത്തോടെ മലയിറങ്ങി അടുത്ത സീസൺ വരെ താഴ്വാരങ്ങളിൽ വസിക്കുന്നു. വളർത്തുമൃഗങ്ങളോടൊപ്പം താഴ്വാരങ്ങളിലേക്കും തിരികെ പർവ്വതങ്ങളിലെ പുൽമേടുകളിലേക്കും ഉള്ള ഇടയന്മാരുടെ കാലിക ദേശാടനത്തെ, അതായത് സീസൺ അനുസരിച്ച് പർവ്വതങ്ങളിലെ പുൽമേടുകളിലേക്കും താഴ്വരകളിലേക്കുമുള്ള ഈ പറയുന്ന ആട്ടിടയന്മാരുടെ കാലിക ദേശാടനത്തെയാണ് നമ്മൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ ട്രാൻസ് ഹ്യൂമൻസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കാലിക ദേശാടനത്തെയാണ് നമ്മൾ ട്രാൻസ് ഹ്യൂമൻസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ സെറ്റായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹിമാലയത്തിൻ്റെ ആദ്യത്തെ പ്രാദേശിക വേർതിരിവായ പടിഞ്ഞാറൻ ഹിമാലയത്തെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പടിഞ്ഞാറൻ ഹിമാലയത്തെ നമ്മൾ പറഞ്ഞ പോലെ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ 3ആയിട്ട് തിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ആ 3 ഡിവിഷൻസിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു. അടുത്തത് മധ്യ ഹിമാലയമാണ്. രണ്ടാമത്തെ പ്രാദേശിക വേർതിരിവായ മധ്യ ഹിമാലയം. നമുക്കറിയാം കാളി നദി മുതൽ തീസ്ത നദി വരെയുള്ള ഹിമാലയ പ്രദേശത്തെയാണ് നമ്മൾ മധ്യ ഹിമാലയം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലല്ല, കൂടുതലും നേപ്പാളിലാണ്. ഇന്ത്യയുടെ അയൽ രാജ്യമായ നേപ്പാളിലാണ് ഈ പറയുന്ന ഹിമാലയ പ്രദേശം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. സോ നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ മേഖലയുടെ ഭൂരിഭാഗവും നേപ്പാളിലാണ്.
മധ്യ ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളും സിക്കിം, ഡാർജിലിംഗ്, ഇന്ത്യയിലെ സിക്കിം, ഡാർജിലിംഗ് പ്രദേശങ്ങൾ മാത്രമാണ് മധ്യ ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത്. സോ നമുക്കറിയാം നേപ്പാൾ എന്ന രാജ്യത്ത് നമുക്കറിയാം നേപ്പാളിലാണ് ഈ പറയുന്ന ഹിമാലയ പ്രദേശഭാഗം കൂടുതലായിട്ടും കാണുന്നത്. അതുകൊണ്ട് തന്നെ മധ്യ ഹിമാലയത്തിനെ നമ്മൾ നേപ്പാൾ ഹിമാലയം എന്നും പറയുന്നു. ഇന്ത്യയിൽ പ്രധാനമായിട്ടും സിക്കിം, ഡാർജിലിംഗ് പ്രദേശത്തെ ഹിമാലയ പ്രദേശമാണ്, അല്ലെങ്കിൽ ഹിമാലയൻ റീജിയൻസ് ആണ് പ്രധാനമായിട്ടും മധ്യ ഹിമാലയത്തിൽ കാണപ്പെടുന്നത്. സോ മധ്യ ഹിമാലയത്തിൽ കാണപ്പെടുന്ന ഇന്ത്യയിലെ പ്രധാന റീജിയൻസ് ഏതൊക്കെ ചോദിച്ചാൽ സിക്കിമിലെയും ഡാർജിലിംഗിലെയും ഹിമാലയ പ്രദേശമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ്, നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്ന മൗണ്ട് എവറസ്റ്റ് നമ്മുടെ ഈ മധ്യ ഹിമാലയത്തിൽ അല്ലെങ്കിൽ നേപ്പാൾ ഹിമാലയത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇന്ത്യയിലെ സിക്കിമിൽ സ്ഥിതി ചെയ്യുന്ന കാഞ്ചൻജംഗ പർവ്വതവും ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരവും, കാഞ്ചൻജംഗയും നാഥുല ചുരവും മൗണ്ട് എവറസ്റ്റും. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് മധ്യ ഹിമാലയത്തിലാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലെ സിക്കിമിൽ സ്ഥിതി ചെയ്യുന്ന കാഞ്ചൻജംഗ കാണപ്പെടുന്നത് മധ്യ ഹിമാലയം അല്ലെങ്കിൽ നേപ്പാൾ ഹിമാലയത്തിലാണ്. ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരവും നമ്മുടെ ഈ പറയുന്ന മധ്യ ഹിമാലയത്തിലാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ്. അതേപോലെ തന്നെ തീസ്ത നദിയും അതിൻ്റെ നദീതീര തട്ടുകളും ഈ ഹിമാലയ പ്രദേശത്തിൻ്റെ സവിശേഷതകളാണ്. നമ്മുടെ സിക്കിമിലൂടെ ഒഴുകുന്ന ബ്രഹ്മപുത്രയുടെ ഒരു പ്രധാനപ്പെട്ട പോഷക നദിയാണ് തീസ്ത നദി. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയാണ് തീസ്ത. സോ ആ തീസ്ത നദിയും അതിൻ്റെ നദീതീര തട്ടുകളും ഈ ഹിമാലയ പ്രദേശത്തിൻ്റെ സവിശേഷതകളിൽ ഒന്നാണ്. ഈ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ അനുകൂല സാഹചര്യങ്ങൾ ബ്രിട്ടീഷുകാർ നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ കൊളോണിയൽ കാലത്ത് തന്നെ, അതായത് ബ്രിട്ടീഷുകാർ കൊളോണിയൽ കാലത്ത് തന്നെ ഇവിടങ്ങളിൽ തേയില കൃഷി ആരംഭിച്ചു. സോ ഈ മധ്യ ഹിമാലയത്തിലെ ഭൂപ്രകൃതി വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ ഇവിടെ തേയില കൃഷി ആരംഭിച്ചിരുന്നു. ഡാർജിലിംഗ് തേയില, അതായത് ഈ പറയുന്ന ഈ പ്രദേശത്ത് മധ്യ ഹിമാലയ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന ഡാർജിലിംഗ് ഹിമാലയ അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രസിദ്ധമാണ്. സോ ഡാർജിലിംഗ് തേയില മധ്യ ഹിമാലയത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ GI ടാഗ് ലഭിച്ച വസ്തുവാണ് നമ്മുടെ ഈ ഡാർജിലിംഗ് തേയില എന്നും മനസ്സിലാക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് ബ്രിട്ടീഷുകാർ ഇവിടുത്തെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ വളരെ മുൻകൂട്ടി മനസ്സിലാക്കുകയും കൊളോണിയൽ കാലത്ത് തന്നെ ഇവിടെ തേയിലയ്ക്ക് അനുയോജ്യമായ കാലാവസ്ഥയായതിനാൽ തേയില കൃഷി ആരംഭിക്കുകയും ചെയ്തു. ഡാർജിലിംഗ് തേയില അന്താരാഷ്ട്ര തലത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു ഉൽപ്പന്നമാണ് എന്നും നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ പടിഞ്ഞാറൻ ഹിമാലയവും മധ്യ ഹിമാലയവും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കിയിരിക്കുകയാണ്. മൂന്നാമത്തെ പ്രാദേശിക വേർതിരിവായിട്ടുള്ള കിഴക്കൻ ഹിമാലയത്തെ പറ്റിയാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. കിഴക്കൻ ഹിമാലയം, പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. ഉയരം കുറഞ്ഞ മലനിരകളാണ് കിഴക്കൻ ഹിമാലയത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഉയരം കുറഞ്ഞ പർവ്വത നിരകൾ അല്ലെങ്കിൽ ഉയരം കുറഞ്ഞ മലനിരകൾ. തീസ്ത നദി മുതൽ ബ്രഹ്മപുത്ര നദി വരെ. ബ്രഹ്മപുത്ര ഇന്ത്യയുടെ ഏറ്റവും കിഴക്ക് ഭാഗത്തൂടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തൂടെ ചൈനയിൽ ഉത്ഭവിച്ച് ഒഴുകി വരുന്ന നദിയാണ് തീസ്ത നദി. സിക്കിമിലെ തീസ്ത നദി മുതൽ ബ്രഹ്മപുത്ര നദി വരെയാണ് നമ്മുടെ ഈ പറയുന്ന കിഴക്കൻ ഹിമാലയം കാണപ്പെടുന്നത്. അസം ഹിമാലയം എന്നും അറിയപ്പെടുന്നു. അതായത് കിഴക്കൻ ഹിമാലയത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഭാഗം നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനമായ അസമിലാണ് സ്ഥിതി ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഈ കിഴക്കൻ ഹിമാലയത്തെ അസം ഹിമാലയം എന്നും അറിയപ്പെടുന്നത്. നംച ബർവയാണ് പ്രധാനപ്പെട്ട കൊടുമുടി. ഈ പ്രദേശത്ത്, അതായത് ആസാം ഹിമാലയം എന്നറിയപ്പെടുന്ന കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട കൊടുമുടി നംച ബർവ. 7756 മീറ്റർ ഉയരമുള്ള നംച ബർവയാണ് ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൊടുമുടി. പ്രധാന നദികൾ ബ്രഹ്മപുത്ര, കാമങ്, ലോഹിത്, സുബൻസിരി. പ്രധാന നദികൾ കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട നദികളാണ് ബ്രഹ്മപുത്ര, കാമങ്, ലോഹിത്, സുബൻസിരി തുടങ്ങിയ നദികൾ. അതേപോലെ തന്നെ നമ്മൾ രണ്ട് ചുരം ഇവിടെയും പഠിക്കുന്നു, ബോഡില ചുരവും ദിഫു ചുരവും. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോഡില ചുരം. അതേപോലെ തന്നെ അരുണാചൽ പ്രദേശിനെ മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ദിഫു ചുരം. അതായത് ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തെ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ആ അരുണാചൽ പ്രദേശിനോട് ചേർന്ന് കാണപ്പെടുന്ന ഇന്ത്യയുടെ അയൽ രാജ്യമാണ് മ്യാൻമർ. സോ ഏറ്റവും കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഏറ്റവും കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ചുരം ഏത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ദിഫു ചുരം. അരുണാചൽ പ്രദേശിനെ മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു ചുരം എന്നും നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് നമ്മുടെ കിഴക്കൻ ഹിമാലയം. ഉയരം കുറഞ്ഞ മലനിരകളാണ്. തീസ്ത നദി മുതൽ ബ്രഹ്മപുത്ര നദി വരെ
അസം ഹിമാലയം എന്നും അറിയപ്പെടുന്നു. നംച പർവ്വതയാണ് ഈ പ്രദേശത്തെ പ്രധാന കൊടുമുടി. ബ്രഹ്മപുത്ര, കാമങ്, ലോഹിത്, സുബൻസിരിയാണ് പ്രധാന നദികൾ. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ബോഡ്ല ചുരം, അരുണാചൽ പ്രദേശിനെ മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു ചുരമാണ് ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട 2 ചുരങ്ങളെന്നും മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഈ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും നോക്കിയത് ഹിമാലയൻ റീജിയൻസിൻ്റെ പ്രാദേശികമായ വേർതിരിവുകളെ പറ്റിയാണ്. പടിഞ്ഞാറൻ ഹിമാലയം, കിഴക്കൻ ഹിമാലയം, മധ്യ ഹിമാലയം. പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം എന്നീ 3 റീജിയണൽ ഡിവിഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. സോ തീർന്നിട്ടില്ല. ഇനി നമുക്ക് പൂർവാചൽ കുന്നുകൾ, അതായത് 3ാമത്തെ ഡിവിഷനായ ഉത്തരപർവ്വത മേഖലയിലെ ഏറ്റവും കിഴക്കുള്ള 3ാമത്തെ ഡിവിഷനായ കിഴക്കൻ കുന്നുകളെ പറ്റിയും നോക്കണം. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക്